12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ CBSEക്കെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നു. ഉത്തരക്കടലാസ് മാറിപ്പോയെന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. രജിസ്റ്റർ നമ്പറിലെ ആദ്യ പേജ് മാത്രമാണ് തൻ്റേതെന്നും മറ്റു പേജുകൾ തൻ്റെ കയ്യക്ഷരമല്ലെന്നും ഡൽഹിയിലെ മോക്ഷി യാദവ് എന്ന വിദ്യാർത്ഥി പറയുന്നു. എന്തായാലും അടിക്കടി ഈ CBSE പോലുള്ള പരീക്ഷകളെക്കുറിച്ച് കുട്ടികൾക്കിടയിൽ പരാതികൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളും ആശങ്കപ്പെടുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം, കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട കേസാണ്, ആദ്യത്തെ പരാതി എന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ പിന്നെയും പരാതികൾ ഉയരുകയാണോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക പരാതികൾ ഉയരുകയാണ്. അതിൽ ഏറ്റവും ഗൗരവതരമായ പരാതി എന്നുള്ളത് പരീക്ഷാ പേപ്പർ മാറിപ്പോയതായി പോലും പരാതി ഉയരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇത്തരം ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡൽഹി സ്വദേശിയായ മോക്ഷ യാദവാണ്. മോക്ഷ യാദവ് ഈ പരീക്ഷയിൽ ഇംഗ്ലീഷ് കോർ പേപ്പറിൽ നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 80-ൽ 33 മാർക്ക് മാത്രമാണ് ലഭിച്ചത്. തുടർന്നാണ് ഈ പരീക്ഷാ ഉത്തരക്കടലാസിന്റെ പകർപ്പ് അതിന് അപേക്ഷ നൽകുകയും ആ ഉത്തരക്കടലാസ് കഴിഞ്ഞ ദിവസം ലഭിക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും ഗൗരവതരം ആദ്യ പേജ്, രജിസ്റ്റർ നമ്പർ എഴുതുന്ന ആദ്യ പേജ് മാത്രമാണ് തൻ്റേത് എന്നും മറ്റ് പേജുകൾ മുഴുവൻ മറ്റേതോ വിദ്യാർത്ഥിയുടേതാണ് എന്നുമാണ് ഈ മോക്ഷ യാദവ് ആരോപിക്കുന്നത്. താൻ നീല മഷിയിലായിരുന്നു പരീക്ഷ എഴുതിയത്, എന്നാൽ തനിക്ക് ലഭിച്ച പേപ്പറിൽ കറുത്ത മഷിയിലായിരുന്നു. അതിൽ തൻ്റെ കയ്യക്ഷരമല്ല, തൻ്റെ വാചകങ്ങളല്ല, താൻ എഴുതുന്ന ഘടനയുമല്ല എന്ന് ഈ വിദ്യാർത്ഥി ആരോപിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് CBSEക്ക് ഇമെയിൽ അയച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചില്ല എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ വേദാന്ത് എന്ന ഡൽഹി സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥി സമാനമായ ആരോപണം ഉന്നയിക്കുകയും കഴിഞ്ഞ ദിവസം അതിൽ പരിഹാരം കാണുകയും ചെയ്തിരുന്നു. യഥാർത്ഥ ഉത്തരപേപ്പർ CBSE കണ്ടെത്തി അയച്ച് നൽകിയിരുന്നു. സമാനമായി ഇത്തരം പരാതികൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ മോക്ഷ യാദവിന്റെ പോസ്റ്റിൽ പോലും സമാനമായ പരാതികൾ ഉന്നയിച്ച് രാജ്യത്തിന്റെ പലയിടത്തു നിന്നും വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും CBSEയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് ഇതിലൊരു പരിഹാരം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ടാഗ് ചെയ്തുകൊണ്ടും പോലും നിരവധി പോസ്റ്റുകളാണ് ഈ ഉത്തരപേപ്പർ മാറിപ്പോയതായുള്ള പരാതി ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.